ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐം കാൽക്കുലേറ്റിംഗ്. വരാൻ പോകുന്ന PSC എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന 25 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന വ്യക്തി ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്നത് ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഫ്രാൻസിന്റെ പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ് ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥി ആയിരുന്ന വ്യക്തി. ഡെസേർട്ട് നൈറ്റ് എക്സസൈസ് എന്ന പേരിൽ സൈനിക അഭ്യാസം നടത്തിയ രാജ്യങ്ങളാണ് ഇന്ത്യ, ഫ്രാൻസ്, UAE. ഡെസേർട്ട് നൈറ്റ് എക്സസൈസ് എന്ന പേരിൽ സൈനിക അഭ്യാസം നടത്തിയ രാജ്യങ്ങളാണ് ഇന്ത്യ, ഫ്രാൻസ്, UAE എന്നിവർ. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. 1 മിനിറ്റ് 24 സെക്കൻഡ് കൊണ്ടാണ് നയപ്രഖ്യാപന പ്രസംഗം ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയത്. നൈട്രജൻ വാതകം ഉപയോഗിച്ച് ലോകത്താദ്യമായി വധശിക്ഷ നടപ്പിലാക്കിയ USA സ്റ്റേറ്റ് ആണ് അലബാമ. നൈട്രജൻ വാതകം ഉപയോഗിച്ച് ലോകത്താദ്യമായി വധശിക്ഷ നടപ്പാക്കിയ USA സ്റ്റേറ്റ് ആണ് അലബാമ. 2023 ഡേവിസ് കപ്പ് ടെന്നീസ് കിരീടം നേടിയ രാജ്യം ഇറ്റലിയാണ്. 2023 ഡേവിസ് കപ്പ് ടെന്നീസ് കിരീടം നേടിയ രാജ്യം ഇറ്റലിയാണ്. വേൾഡ് കപ്പ് ഓഫ് ടെന്നീസ് എന്നറിയപ്പെടുന്ന ടൂർണമെന്റ് ആണ് ഡേവിസ് കപ്പ്. വേൾഡ് കപ്പ് ഓഫ് ടെന്നീസ് എന്നറിയപ്പെടുന്ന ടൂർണമെന്റ് ആണ് ഡേവിസ് കപ്പ്. 47 വർഷങ്ങൾക്ക് ശേഷമാണ് ഇറ്റലി കിരീടം നേടുന്നത്. ഇതിനു മുൻപ് ഇറ്റലി കിരീടം നേടിയത് 1976 അതിനുശേഷം 47 വർഷങ്ങൾക്ക് ശേഷമാണ് ഇറ്റലി 2023 ഡേവിസ് കപ്പ് ടെന്നീസ് കിരീടം നേടുന്നത്. ഏറ്റവും കൂടുതൽ തവണ ഡേവിസ് കപ്പ് ടെന്നീസ് കിരീടം നേടിയ രാജ്യം USA ആണ്. 2023 ഡേവിസ് കപ്പ് ടെന്നീസ് കിരീടം നേടിയ രാജ്യം ഇറ്റലിയാണ്. ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൻ ഓഫ് യെല്ലോ സ്റ്റാർ ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ദ്രൗപദി മുർമു ആണ്. ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൻ ഓഫ് യെല്ലോ സ്റ്റാർ എന്ന പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ്. സുരിനാം എന്ന രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമാണ് ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൻ ഓഫ് യെല്ലോ സ്റ്റാർ. കേരള കലാമണ്ഡലത്തിലെ PG വിദ്യാർത്ഥികൾ ചേർന്ന് ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് അരകവ്യൂഹം. കേരള കലാമണ്ഡലത്തിലെ PG വിദ്യാർത്ഥികൾ ചേർന്ന് ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് അരകവ്യൂഹം. ശബ്ദ കോലാഹലങ്ങളുടെ കൂട്ടായ്മ എന്നതാണ് അരകവ്യൂഹം എന്നതിന്റെ അർത്ഥം. ശബ്ദ കോലാഹലങ്ങളുടെ കൂട്ടായ്മ എന്നതാണ് അരകവ്യൂഹം എന്നതിന്റെ അർത്ഥം. മിഴാവ്, ചെണ്ട തുടങ്ങിയ കേരളീയ പാരമ്പര്യ വാദ്യങ്ങളും പാശ്ചാത്യ വാദ്യങ്ങളും ചേർത്തുള്ള പ്രത്യേക ശൈലിയിലാണ് മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുന്നത്. കേരള കലാമണ്ഡലത്തിലെ PG വിദ്യാർത്ഥികൾ ചേർന്ന് ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് അരകവ്യൂഹം. ആദിശങ്കര ട്രസ്റ്റ് നൽകുന്ന 2024 ശ്രീ ശങ്കര പുരസ്കാരത്തിന് അർഹനായത് S. സോമനാഥാണ്. ആദിശങ്കര ട്രസ്റ്റ് നൽകുന്ന 2024 ശ്രീ ശങ്കര പുരസ്കാരത്തിന് അർഹനായത് ISRO ചെയർമാൻ S. സോമനാഥാണ്. 2024 ജനുവരിയിൽ പുറത്തുവിട്ട സ്നോ ലെപ്പേർഡ് അസസ്മെന്റ് ഇൻ ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹിമപ്പുലികളുള്ള പ്രദേശം ലഡാക്ക് ആണ്. 2024 ജനുവരിയിൽ പുറത്തുവിട്ട സ്നോ ലെപ്പേർഡ് അസസ്മെന്റ് ഇൻ ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹിമപ്പുലികളുള്ള പ്രദേശം ലഡാക്ക് ആണ്. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യത്തെ കേന്ദ്ര വനിതാ ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യത്തെ കേന്ദ്ര വനിതാ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ആണ്. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം മൊറാർജി ദേശായി ആണ്. എന്നാൽ തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യത്തെ വനിതാ ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത സത്നം സിംഗ് സന്ധു ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? വിദ്യാഭ്യാസ മേഖല. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത സത്നം സിംഗ് സാന്ധു ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? വിദ്യാഭ്യാസ മേഖലയിലാണ്. ചണ്ഡീഗഡ് സർവകലാശാലയുടെ ചാൻസലറാണ് സത്നം സിംഗ് സാന്ധു. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി സത്നം സിംഗ് സാന്ധു ആണ്. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത സത്നം സിംഗ് സന്ധു ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? വിദ്യാഭ്യാസ മേഖല. ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈയിലാണ്. ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈയിലാണ്. പരിശീലന കേന്ദ്രം ആരംഭിക്കുന്ന കമ്പനി ആസ്ട്രോബോൺ എയ്റോസ്പേസ് എന്ന കമ്പനിയാണ്. ആസ്ട്രോബോൺ എയ്റോസ്പേസ് എന്ന കമ്പനിയാണ് ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നത് നവി മുംബൈയിലാണ്. 2024 ജനുവരിയിൽ ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്ന് സിലിഗുരിയിൽ വെച്ച് നടത്തിയ സൈനിക അഭ്യാസമാണ് ഡെവിൾ സ്ട്രൈക്ക്. 2024 ജനുവരിയിൽ ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്ന് സിലിഗുരിയിൽ വെച്ച് നടത്തിയ സൈനിക അഭ്യാസമാണ് ഡെവിൾ സ്ട്രൈക്ക്. കേരളത്തിലെ ആദ്യകാല കഥകളി ആചാര്യന്മാരുടെ അപൂർവ ചിത്രങ്ങൾ കണ്ടെത്തിയ റെയ്റ്റ്ബർഗ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? സ്വിറ്റ്സർലൻഡ്. കേരളത്തിലെ ആദ്യകാല കഥകളി ആചാര്യന്മാരുടെ അപൂർവ ചിത്രങ്ങൾ കണ്ടെത്തിയ റെയ്റ്റ്ബർഗ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിലാണ്. സ്വിറ്റ്സർലൻഡിലെ സ്യൂറിച്ചിലാണ് റെയ്റ്റ്ബർഗ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. 16ാം കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി വനിതയാണ് ആനി ജോർജ് മാത്യു. 16ാം കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി വനിതയാണ് ആനി ജോർജ് മാത്യു. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയയാണ്. 16ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയയാണ്. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി വനിതയാണ് ആനി ജോർജ് മാത്യു. 2024 ജനുവരിയിൽ ഏത് രാജ്യത്തിന്റെ രാജാവായിട്ടാണ് ഇബ്രാഹിം ഇസ്കന്ദർ ചുമതലയേറ്റത്? മലേഷ്യ. 2024 ജനുവരിയിൽ ഏത് രാജ്യത്തിന്റെ രാജാവായിട്ടാണ് ഇബ്രാഹിം ഇസ്കന്ദർ ചുമതലയേറ്റത്? മലേഷ്യ. ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ആണ്. ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയാണ് ചമ്പൈ സോറൻ. 2024-25 ഇടക്കാല ബജറ്റിൽ പരാമർശിക്കുന്ന വരവ് ചെലവ് കണക്കനുസരിച്ച് കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ പണം ചെലവാകുന്നത് ഏത് ഇനത്തിലാണ്? പലിശ അടവ്. 2024-25 വർഷത്തിലെ ഇടക്കാല ബജറ്റിൽ പരാമർശിക്കുന്ന വരവ് ചെലവ് കണക്കനുസരിച്ച് കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ പണം ചെലവാകുന്നത് പലിശയടവ് ഇനത്തിലാണ്. 2024-25 ഇടക്കാല ബജറ്റിൽ ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയിരിക്കുന്നത് ഏത് മന്ത്രാലയത്തിന് വേണ്ടിയാണ്? പ്രതിരോധ മന്ത്രാലയം. 2024-25 ഇടക്കാല ബജറ്റിൽ ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയിരിക്കുന്നത് പ്രതിരോധ മന്ത്രാലയത്തിന് വേണ്ടിയാണ്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്
2023 കിരീടം നേടിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ 2023 കിരീടം നേടിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 2023 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടന്നത്. കിരീടം നേടിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. കേരളത്തിന്റെ സ്ഥാനം 9ാം സ്ഥാനമായിരുന്നു. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം 9ാം സ്ഥാനമാണ്. 11 സ്വർണം, 9 വെള്ളി, 15 വെങ്കലം എന്നിവയാണ് കേരളം നേടിയത്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം 9ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിന്റെ മുന്നോടിയായി നടക്കുന്ന ദീപശിഖ പ്രയാണത്തിൽ ദീപശിഖ വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് അഭിനവ് ബിന്ദ്രയെയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ദീപശിഖ പ്രയാണത്തിൽ ദീപശിഖ വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ പ്രശസ്ത ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്രയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് വ്യക്തിഗത സ്വർണ്ണ മെഡൽ ജേതാവ് കൂടിയാണ് അഭിനവ് ബിന്ദ്ര. ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് വ്യക്തിഗത സ്വർണ്ണ മെഡൽ ജേതാവാണ് അഭിനവ് ബിന്ദ്ര. 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിലാണ് അഭിനവ് ബിന്ദ്ര സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. 2008 ബീജിംഗ് ഒളിമ്പിക്സിലാണ് അഭിനവ് ബിന്ദ്ര സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. 10 മീറ്റർ എയർ റൈഫിൾസ് വിഭാഗത്തിലായിരുന്നു അഭിനവ് ബിന്ദ്ര സ്വർണ്ണ മെഡൽ നേടിയത്. 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിലാണ് അഭിനവ് ബിന്ദ്ര 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയത്. ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് വ്യക്തിഗത സ്വർണ്ണ മെഡൽ ജേതാവാണ് അഭിനവ് ബിന്ദ്ര. 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിന്റെ മുന്നോടിയായിട്ടുള്ള ദീപശിഖ പ്രയാണത്തിൽ ദീപശിഖ വഹിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഭിനവ് ബിന്ദ്രയെയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധ അഭ്യാസമായ വായുശക്തി 2024 വേദിയാകുന്നത് പൊഖ്രാനാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധ അഭ്യാസമായ വായുശക്തി 2024 വേദിയാകുന്നത് പൊഖ്രാൻ. തമിഴ്നാട്ടിലെ ഏത് ജില്ലയിലാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? ഈറോഡ് ജില്ല. തമിഴ്നാട്ടിലെ ഏത് ജില്ലയിലാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? ഈറോഡ് ജില്ലയിലാണ്. തമിഴ്നാട്ടിലെ 18ാമത്തെ വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. ഓസ്ട്രേലിയൻ ദേശീയ ദിനത്തോട് അനുബന്ധിച്ച് നൽകുന്ന മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ പുരസ്കാരം ലഭിച്ച മലയാളി ഡോക്ടർ കുരുവിള മാത്യു ആണ്. ഓസ്ട്രേലിയൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ പുരസ്കാരം ലഭിച്ച മലയാളി ഡോക്ടർ കുരുവിള മാത്യു ആണ്. ഓസ്ട്രേലിയയിൽ മർഡോക്ക് സർവകലാശാലയിൽ അധ്യാപകനായും പരിസ്ഥിതി സാങ്കേതിക സെന്റർ ഡയറക്ടറായും സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ഡോക്ടർ കുരുവിള മാത്യു. ഓസ്ട്രേലിയൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് ഡോക്ടർ കുരുവിള മാത്യു. ഇനി നമുക്ക് ഇപ്പോൾ പഠിച്ച 25 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന വ്യക്തി ഇമ്മാനുവൽ മാക്രോൺ. ഡെസേർട്ട് നൈറ്റ് എക്സസൈസ് എന്ന പേരിൽ സൈനിക അഭ്യാസം നടത്തിയ രാജ്യങ്ങൾ ഇന്ത്യ, ഫ്രാൻസ്, UAE. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നൈട്രജൻ വാതകം ഉപയോഗിച്ച് ലോകത്താദ്യമായി വധശിക്ഷ നടപ്പിലാക്കിയ USA സ്റ്റേറ്റ് അലബാമ. 2023 ഡേവിസ് കപ്പ് ടെന്നീസ് കിരീടം നേടിയ രാജ്യം ഇറ്റലി. ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൻ ഓഫ് യെല്ലോ സ്റ്റാർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ദ്രൗപദി മുർമു. കേരള കലാമണ്ഡലത്തിലെ PG വിദ്യാർത്ഥികൾ ചേർന്ന് ആരംഭിച്ച മ്യൂസിക് ബാൻഡ് അരകവ്യൂഹം. ആദിശങ്കര ട്രസ്റ്റ് നൽകുന്ന 2024 ശ്രീ ശങ്കര പുരസ്കാരത്തിന് അർഹനായത് S. സോമനാഥ്. 2024 ജനുവരിയിൽ പുറത്തുവിട്ട സ്നോ ലെപ്പേർഡ് അസസ്മെന്റ് ഇൻ ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹിമപ്പുലികളുള്ള പ്രദേശം ലഡാക്ക്. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യത്തെ കേന്ദ്ര വനിതാ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ.
രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത സത്നം സിംഗ് സാന്ധു ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? വിദ്യാഭ്യാസ മേഖല. ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈയിൽ. 2024 ജനുവരിയിൽ ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്ന് സിലിഗുരിയിൽ വെച്ച് നടത്തിയ സൈനിക അഭ്യാസം അറിയപ്പെടുന്നത് ഡെവിൾ സ്ട്രൈക്ക് എന്ന പേരിൽ. കേരളത്തിലെ ആദ്യകാല കഥകളി ആചാര്യന്മാരുടെ അപൂർവ ചിത്രങ്ങൾ കണ്ടെത്തിയ റെയ്റ്റ്ബർഗ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിൽ. 16ാം കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത ആനി ജോർജ് മാത്യു. 2024 ജനുവരിയിൽ ഏത് രാജ്യത്തിന്റെ രാജാവായിട്ടാണ് ഇബ്രാഹിം ഇസ്കന്ദർ ചുമതലയേറ്റത്? മലേഷ്യ. ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ. 2024-25 ഇടക്കാല ബജറ്റിൽ പരാമർശിക്കുന്ന വരവ് ചെലവ് കണക്കനുസരിച്ച് കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ പണം ചെലവാകുന്നത് പലിശയടവ് ഇനത്തിലാണ്. 2024-25 ഇടക്കാല ബജറ്റിൽ ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയിരിക്കുന്നത് പ്രതിരോധ മന്ത്രാലയത്തിന് വേണ്ടിയാണ്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 കിരീടം നേടിയ സംസ്ഥാനം മഹാരാഷ്ട്ര. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം 9. 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിന്റെ മുന്നോടിയായി നടക്കുന്ന ദീപശിഖ പ്രയാണത്തിൽ ദീപശിഖ വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് അഭിനവ് ബിന്ദ്രയെ. ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധ അഭ്യാസമായ വായുശക്തി 2024 വേദിയാകുന്നത് പൊക്രാൻ. തമിഴ്നാട്ടിലെ ഏത് ജില്ലയിലാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? ഈറോഡ് ജില്ലയിൽ. ഓസ്ട്രേലിയൻ ദേശീയ ദിനത്തോടനുബന്ധിച്ചു നൽകുന്ന മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ പുരസ്കാരം ലഭിച്ച മലയാളി ഡോക്ടർ കുരുവിള മാത്യു.